നമസ്കാരം മിത്രങ്ങളെ, എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമ്മളുടെ ധ്വജപ്രണാമം. അപ്പൊ ഇന്ന് നമ്മള് വന്നിരിക്കുന്നത് വീണ്ടും എമ്പുരാനെ കൊണ്ടാണ്. അതിനു മുമ്പ് നമുക്കൊരു മാപ്പ് അപേക്ഷ നടത്തണ്ടേ? നമ്മുടെ റിവ്യൂ കണ്ട് കുറച്ച് പേർ ആ സിനിമ കാണാൻ പോയി നമ്മൾ റിവ്യൂ ഇട്ടേന്. നമ്മള് റിവ്യൂ കണ്ടിട്ട് ഒരുപാട് പേർക്ക് വിഷമം ഉണ്ടായെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അതെ, അപ്പോ അവരുടെ വിഷമത്തിൽ നമുക്ക് ഖേദിക്കുന്നു. പിന്നെ ഇതിനു വേണ്ടി നമ്മൾ എഡിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് വിഷമുണ്ടാക്കിയ ഭാഗങ്ങൾ ഞങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞ് റീ റിലീസ് ചെയ്യുന്നതാണ്. അയ്യോ, എന്തായാലും ഒരു ഭയങ്കര സംഭവമായിരുന്നല്ലേ. ഇറങ്ങണതിന് മുന്നേയും വലിയ സംഭവമായിരുന്നു, ഇറങ്ങിയതിന് ശേഷവും വലിയ സംഭവമായി. എന്താ ഇത്? അതാ ഒരു സിനിമയാണ് അല്ലേ? ഒരു സിനിമയ്ക്ക് ഇത്രയും ന്യൂസ് അല്ലേ? ഒരു സിനിമയ്ക്ക് ഇങ്ങനെ ഒരു ന്യൂസ് ഇല്ല. ഇത്രയും ഒരു ട്രീറ്റ്മെന്റ് ഒരിടത്തും കിട്ടി കാണൂല. ഒരു സിനിമയ്ക്കും, ലോക സിനിമയിൽ ഒരിടത്തും കിട്ടി കാണൂല. ബിസിനസ്സും ആയി. അതാ ഒരു വേറെ അങ്ങ് സാമ്പത്തികമായി തകർന്നു അങ്ങനെയൊന്നുമില്ല. ബിസിനസ്സും വന്നു ഭയങ്കര രീതിയിൽ ഫുൾ ഹൗസ്ഫുൾ ആയിട്ട് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പൊ അടുത്തടുത്ത തിയേറ്ററിലാണ് ഇത് ഹൗസ്ഫുൾ ആയിട്ട്. സാധാരണ ഒരു തിയേറ്ററിൽ ഒരു സിനിമ വന്നാലേ വേറെ 2 തിയേറ്ററിലും ഹൗസ്ഫുൾ ആവൂല. അത് അത്രയും ഭയങ്കര ഒരു ഇതാണെങ്കിൽ മാത്രമേ അത്ര ഒരു തിരക്ക് വരത്തുള്ളൂ. പിന്നീട് എക്സ്ട്രാ ഷോ വയ്ക്കുന്നു. ഭയങ്കര ഇത്. എന്തായാലും നമ്മൾ ഇതിന്റെ എഡിറ്റഡ് അല്ല ഒറിജിനൽ വേർഷൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തെങ്കിലും അന്ന് കണ്ടപ്പോ നമ്മൾ ഇതിനെ പറ്റി ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചു പോലും ഇല്ല. പിന്നീട് ഈ ന്യൂസ് ഒക്കെ വന്ന സമയത്താണ് ഇതിൽ ഇങ്ങനെയും ഒരു സംഭവം ഉണ്ടല്ലേ എന്ന് എനിക്ക് തോന്നിയത്. അല്ല, നമുക്ക് പാൻ ഇന്ത്യൻ ബേസിസിൽ ഇറങ്ങുന്ന ഒരു പടത്തിൽ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇത് ഓടുമോ, നോർത്ത് ഇന്ത്യയിൽ ഓടുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു അത്ര. പക്ഷെ ഈ കേരളത്തിൽ തന്നെ ഇത്രയും പ്രശ്നം ഉണ്ടാവുമെന്നോ അതൊന്നും നമ്മൾ വിചാരിച്ചില്ല. നമ്മൾ ഒരു ജാതകം നമ്മൾ കണ്ടില്ലേ, അത് കണ്ടപ്പോ ഇതിനെന്തെങ്കിലും പ്രശ്നം വരൂലേ എന്ന് നമ്മൾ വിചാരിച്ചു. ഇങ്ങനെ ചെയ്യുമ്പോഴ് എന്തെങ്കിലും ഇത് പച്ചയ്ക്ക് ഇങ്ങനെ പറയുമ്പോ ആൾക്കാര് വിമർശനം ഉണ്ടാവൂലേ എന്ന് വിചാരിച്ചു. അതിനത് വലിയ പ്രശ്നം വന്നില്ല. പക്ഷെ ഇത് നമ്മളൊന്നും വിചാരിച്ചില്ല. ഇതെന്ത് ഇപ്പോ ഈ സിനിമയെ പറ്റി നമ്മുടെ റിവ്യൂവിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് നമുക്ക് അത്ര എന്താ ഒരു വലിയ നമ്മള് ഫസ്റ്റ് ഡേ പോയിട്ട് അതിന്റെ ഒരു നമ്മളെ എക്സ്പെക്ടേഷന്റെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്തില്ല രീതിയിലാണ് റിവ്യൂ ഇട്ടത്. അല്ലാണ്ട് അതില് പ്രമേയത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിനെ കുറിച്ചോ ഒന്നും നമുക്ക് ഒരു അഭിപ്രായ വ്യത്യാസമൊന്നും ഒന്നുമില്ല. നമ്മള് ലൂസിഫർ 2 കഴിഞ്ഞിട്ട് 2 ഇറങ്ങുമ്പോൾ നമുക്ക് കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു, പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൺസീവ് ചെയ്ത ഒരു ക്യാരക്ടർ പോലെയല്ല അത് പെരുമാറിയത്. അതിന്റെ ഒരു അത് എബ്രഹാം ഖുറൈശി മാത്രമാണ് നമുക്ക് അതില് ഒരു പ്രശ്നം എന്നുള്ള രീതിയിൽ തോന്നിയത്. എബ്രഹാം ഖുറൈശി ഇങ്ങനെയാണോ, അയ്യോ ഇത്രയേ ഉള്ളോ എന്ന് നമുക്ക് തോന്നിയത്. അതുകൊണ്ടുള്ള ഒരു വിഷമം. അല്ല, സിനിമ വൈസ് അതൊരു സ്റ്റാൻഡ് ലോൺ ആയിട്ട് കാണി നല്ല സിനിമ. പിന്നെ ഈ കോൺട്രവേഴ്സി വന്നപ്പം അത് എന്താ പറയാനാ, ഇത് അല്ലടാ, ഈ കോൺട്രവേഴ്സി ഇല്ലേ, അത് 2002 ഗുജറാത്ത് കലാപം ആയോണ്ട് ഒരു ഇത് വരും എന്ന് പറഞ്ഞാൽ, ഇത് ആൾക്കാര് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അങ്ങനെ ഒരു ഇതില് സിനിമയിൽ അങ്ങനെ വന്നിട്ടില്ല, അധികം വന്നിട്ടില്ല. കൈപ്പോച്ചയിലാണ് വന്നിട്ടുള്ളത്. കൈപ്പോച്ചയില് ഉണ്ട്, അത് ക്ലിയർ ആയിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അല്ലാതെ ഈ നമ്മള് BJP ഗവൺമെന്റ് വന്നതിന് ശേഷം ഇതിനെ കുറിച്ചൊന്നും ഒരു പരാമർശിച്ചില്ല. അത് പയ്യെ അണഞ്ഞ് നമ്മൾ പണ്ട് ഓർമ്മയില്ലേ, കേരളത്തിൽ തന്നെ ആരെങ്കിലും നരേന്ദ്രമോദിയെ കണ്ടു കഴിഞ്ഞാൽ പണ്ട് ഇതിനു മുമ്പ് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ക്യാൻസൽ ചെയ്യേക്കാം, കണ്ട് എന്തിനാണ് ഭയങ്കര വിമർശനം. വേറൊരു ഇതുപോലെ അല്ലായിരുന്നു, വേറൊരു പിക്ചറായിരുന്നു എന്ന് പറഞ്ഞാൽ. ഇപ്പം പണ്ട് എനിക്ക് ഓർമ്മ ഉണ്ട്, അമിതാഭ് ബച്ചൻ ഇല്ലേ, അമിതാഭ് ബച്ചൻ ഇവിടെ അംബാസിഡർ, ഇത് ടൂറിസത്തിന്റെ അംബാസിഡർ ആവാൻ വേണ്ടി ഇരുന്നപ്പോഴും അമിതാഭ് ബച്ചനെ എടുത്തില്ല. അത് ഗുജറാത്തില് അംബാസിഡർ ആയതുകൊണ്ട് ഇവിടെ എടുത്തില്ല. അങ്ങനെയായിരുന്നു കേരളത്തില് പൊതുവെ, അങ്ങനെയായിരുന്നു മൊത്തത്തിൽ. കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റിലും. കോൺഗ്രസിൽ ആരെങ്കിലും മീറ്റ് ചെയ്താലോ എന്തെങ്കിലും ചെയ്താലോ കോൺഗ്രസിനകത്ത് ഒരു ഇത് വേറൊരു ഇതായിരുന്നു. അല്ല, പുള്ളി എപ്പോഴും അസോസിയേറ്റ് ചെയ്തിരുന്ന ഈ ഗുജറാത്ത് കലാപമായിട്ട് തന്നെയാണ് പണ്ട് എപ്പോഴും അസോസിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, ഈ പ്രധാനമന്ത്രി ആയതിനു മുന്നേ. പിന്നെ അത് പയ്യെ ഈ ഇതൊക്കെ കഴിഞ്ഞ് അതങ്ങ് ഇല്ലാണ്ടായി. ഒരു നമ്മൾ പിക്ചറിൽ അങ്ങനെ ഒരു
അങ്ങനെ ഒരു ഇമേജേ ഇല്ലാതെ. പിന്നെ പെട്ടെന്നൊരു ഈ ഒരു കലാപം വീണ്ടും കാണിക്കുമ്പോൾ അത് കാണിച്ചതും സത്യം പറഞ്ഞ ഇത് ഇപ്പൊ ഈ സാധനങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കട്ടിങ് നടന്നതും ആ ഒരു സ്പെസിഫിക് ഭാഗത്താണ്, ആ ഈ ഒരു കലാപത്തിന്റെ ഒരു ഭാഗത്താണ് കട്ടിങ് ഒക്കെ നടക്കുന്നത്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു പൃഥ്വിരാജിനായിരിക്കും ഏറ്റവും വിഷമം. കാര്യം വളരെ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് വളരെ നന്നായിട്ട് ആ സിനിമയിൽ ഏറ്റവും ബെസ്റ്റ് ആണ്. നമ്മളൊരു മലയാള സിനിമ കാണുന്ന ഒരു ഫീലല്ല. അങ്ങനെയല്ലേ തോന്നുന്നു. അത് എന്ന് വെച്ചാൽ അത് ഇമോഷണലി നല്ല രീതിയിൽ നമുക്ക് കണക്ട് ആവുകയും ചെയ്തു. നമുക്ക് ഇമോഷണലി ഒരു ഇത് തോന്നി, എന്ത് അല്ലേ, ഒരു ഭയങ്കരമായിട്ടൊരു എന്താ മൃഗീയമായിട്ടുള്ള ഒരു രീതിയിലാണ്. പിന്നെ അതുപോലെ തന്നെ ആ വില്ലന്റെ എൻട്രിയും അപ്പൊ നമുക്ക് മനസ്സിലാവും അത്രത്തോളം ഈ ഒരു ഭീകരത ഉള്ള ഒരാളാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലായിരുന്നു അത് എടുത്തതും. പിന്നീട് ആ യങ് സയ്യിദ് മസൂദിന്റെ ഒരു അങ്ങനെ വിഷമം ഒരു കൊമേഴ്ഷ്യൽ സിനിമയിൽ ആ ഒരു പാളിപ്പോയ തീർന്നു. അതെ, നമ്മള് ബാഹുബലിയിൽ തന്നെ ആദ്യത്തെ ഒരു ഇതുണ്ടല്ലോ, കൊച്ചിനെ രക്ഷിക്കണം, അതിന് നമ്മൾ ഹുക്ക് ചെയ്തിരിക്കൂലേ, അതേപോലെ ഒരു സാധനം ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മലയാളത്തിൽ അങ്ങനെ ഒരു ഇത് അങ്ങനെ അത്രയും എടുത്തിട്ടില്ല. വിമർശിക്കായിരുന്നു ഇങ്ങനത്തെ ഒരു സ്ക്രീൻ പ്ലേ വളരെ അത്ര കിടിലം ആണെന്ന് നമുക്ക് തോന്നിയിട്ടില്ല. അതിന് ചെറിയൊരു വീക്ക്നെസ് ഒക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ വിമർശിക്കായിരുന്നു. പക്ഷെ ഈ ഒരു സാധനം മാത്രം വർഗീയമായിട്ട് മാത്രം വിമർശിക്കുന്നതാണ്, അത് ഭയങ്കര ഡിസപ്പോയിന്റ്മെന്റ് ആയിപ്പോയി. ഇപ്പം ഗുജറാത്ത് കലാപം കാണിച്ചതില് എന്ന് വെച്ചാൽ ആദ്യം കാണിച്ചില്ല എന്നുള്ള ഒരു പ്രശ്നമാണ് പറഞ്ഞത്. ആ സംഭവം കാണിച്ചില്ല, അത് ശരി തന്നെ. പക്ഷേ ഒരു സിനിമയെ പരത്തിൽ ഇപ്പം അവരാണ് അവര് തീരുമാനിക്കണം എവിടെ നിന്ന് കാണിക്കണം. ആ ക്യാരക്ടറാണ് മുഖ്യം. ചിലപ്പോ ആ മറ്റേ ആദ്യം കാണിക്കുന്നതിന് സിനിമയിൽ ഒരു ഇമ്പോർട്ടൻസും കാണില്ല. ആ കഥയിൽ അവസാനം വരെ ഇമ്പോർട്ടൻസ് ഉള്ള ആ പൃഥ്വിരാജിന്റെ ചെറുപ്പകാലത്തിൽ ആ ക്യാരക്ടർ കാണുന്ന മാത്രമേ ഉള്ളൂ. അത് അവിടം തൊട്ട് കാണിച്ചാൽ മാത്രം മതി. അതിന് നേരത്തെ കാണിക്കണമെന്നില്ല. പിന്നെ സിനിമയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ഇത് പച്ചയായിട്ട് ഡോക്യുമെന്ററി പോലെയല്ലല്ലോ കാണിച്ചിരിക്കണം. ഇത് സംഭവം ഇവര് കുറെ ചേരുവകൾ ചേർക്കും. ഇപ്പൊ 2018 സിനിമ എല്ലാം ഇതുപോലെയാണ് കാണിച്ചിരിക്കുന്നത്, ജെന്യൂനാണ് നടന്ന സംഭവമില്ലേ. അതില് കുറെ സിനിമയ്ക്ക് വേണ്ടി അതില് പോലീസും ഒന്നും അതില് മൊത്തം ഉള്ളതെന്ന് വെച്ചാൽ ഇത് മത്സ്യത്തൊഴിലാളികൾ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അതിൽ ഫയർഫോഴ്സ്, പോലീസിന്റേത്, മുഖ്യമന്ത്രിയുടെ, ഗവൺമെന്റിന്റെ ഒരു ഇതും കാണിച്ചിട്ടില്ല. അതും ഇതാണ്. പക്ഷെ അത് സിനിമയായിട്ട് ആൾക്കാർ കണ്ട് അതത്രേ ഉള്ളൂ. പിന്നെ മറ്റേ ഈ കാശ്മീർ ഫയൽസ് അല്ലല്ലോ, അതിന് മുന്നത്തെ ഒരു പടം ഉണ്ടല്ലോ, കേരള സ്റ്റോറി ആണെങ്കിൽ പോലും അത് കാണിച്ചതെന്ന് പറഞ്ഞാൽ ഇതൊരു റിയൽ സ്റ്റോറിയാണ്, കേരളത്തിൽ നടന്നൊരു സ്റ്റോറിയാണെന്നുള്ള രീതിയിൽ. പക്ഷെ ഈ സിനിമയിൽ അങ്ങനെ അവര് അങ്ങനത്തെ ഒരു പ്രഖ്യാപനവും നടത്തിയില്ല, ഇത് റിയൽ ആണ്, ഇങ്ങനെ നടന്ന സംഭവം അങ്ങനെയൊന്നുമില്ല. ഇതൊരു ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻ ആയിട്ട് കണ്ടാലും ഫിക്ഷനിലാണെന്നുള്ള രീതിക്ക് തന്നെയാണ് അവർ ഇറക്കിയത്. മറ്റേ കേരള സ്റ്റോറി അവര് ബ്രാൻഡ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയാണ്, കേരളത്തിൽ നടന്ന ഒരു സംഭവമാണ് ബ്രാൻഡ് ചെയ്തത്. ഒരു ബയോപിക് പോലെയാണ് അത് ബ്രാൻഡ് ചെയ്തത്. ഇതെല്ലാരും കണ്ടിരിക്കണം അങ്ങനത്തെ രീതി. പക്ഷെ ഇതങ്ങനെയല്ല, ഇതൊരു കൊമേഴ്ഷ്യൽ സിനിമയാണ്, ഫാന്റസിയാണ്, അവര് അവരുടെ ഫിക്ഷൻ അനുസരിച്ച് ചെയ്തതാണ്. പിന്നെ ഇത് അവരെ സമ്മതിക്കണം, ഇതൊരു ഇപ്പോഴത്തെ ഒരു ഇതിൽ ഇത്രയും വലിയൊരു സിനിമയിൽ ഉൾക്കൊള്ളിച്ച് എല്ലാരും സംഭവം അങ്ങനെ ഉൾക്കൊള്ളിക്കില്ല. ബഡ്ജറ്റിൽ എടുക്കുന്ന ഒരു പടം, ഇന്ത്യയിൽ ഇറക്കുന്ന ഒരു പടം, അതില് ഇങ്ങനെ ധൈര്യം കാണിച്ചു. വേറൊരിടത്ത് നടക്കൂല, കേരളത്തിലെ നടക്കൂ. പിന്നെ വില്ലന്റെ പേര് മാറ്റാൻ പോണെന്ന് കേട്ട് ബജ്രംഗി മാറ്റി ബൽദേവ് അങ്ങനെ എന്തോ. മറ്റേ ആദ്യത്തെ കുഴപ്പമില്ല, ബജ്രംഗി നാവിന് ശേഷം പേര് മാറ്റി. അത് യഥാർത്ഥ സംഭവത്തിലുള്ളത് ബാബ ബജ്രംഗി എന്ന് പറഞ്ഞൊരു ആളുണ്ട്, ബാബു ബജ്രംഗി. അത് തന്നെ. ആ പുള്ളിയുടെ പേര് ആയിട്ട് സാമ്യമുള്ളതുകൊണ്ട് അത് മാറ്റുന്നു. അതെ, അത് കൺവിക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്, പക്ഷെ മാറ്റുന്നു. ഓക്കെ, അക്സെപ്റ്റ് ചെയ്തു. പിന്നീട് ഈ സിനിമയില് ഈ കേരളത്തിലുണ്ടായ ഒരു ഇമ്പാക്ട് ഉണ്ടല്ലോ, അത് ഇപ്പൊ നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം, നമ്മള് അങ്ങനെ സംഭവിക്കുമെന്ന് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ചില ഷോകളൊക്കെ ഈ ആൾക്കാർ വന്ന് തടയുന്ന അങ്ങനത്തെ ഇഷ്യൂസ് തടയുന്നു, മറ്റേ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നു, അങ്ങനത്തെ കുറെ ഇഷ്യൂസ്. ഇതെല്ലാം പോട്ടെ, എന്നിട്ട് ഈ മെയിൻ ഒരാള് മേജർ രവി, അപ്പോ പുള്ളി വന്നൊരു സംസാരം നടത്തി.
അതിലാണ് എനിക്ക് തോന്നുന്നത് ഏട്ടനാണെങ്കിൽ പോലും വീണുപോയത്, ഈ മാപ്പ് പറയാൻ നിർബന്ധിതനായി പോയത്. അതെ അതെ, സംഭവം ഇത് ഭയങ്കര ഇത് ചെയ്യാൻ പാടില്ല. ഇത് എന്താണ് ചെയ്യാൻ പാടില്ല എന്നുള്ളതിനെക്കാട്ടി മോഹൻലാൽ ഇത് വായിക്കൂല, വായിക്കൂ, കാണൂല. മോഹൻലാൽ എന്നെ വിശ്വസിക്കൂ ഗൈസ് എന്നല്ല പറഞ്ഞു, എന്നെ വിശ്വസിക്കൂ, മോഹൻലാൽ ഇത് കണ്ടിട്ട് പോലുമില്ല, ഏട്ടനത് കണ്ടിട്ടില്ല, കാണാതെയാണ്. അങ്ങനെ ഒരു ശീലമുണ്ട്. ചിലപ്പോ കണ്ടു കാണൂല, ചിലപ്പോ ഫൈനൽ എഡിറ്റ് കണ്ടു കാണൂല, പക്ഷെ കഥ അറിയാതെ ചെയ്യൂ. എന്നാലും ഒരു കഥ പുള്ളിയുടെ ഇത്രയും ഏറ്റവും കൂടുതൽ ബഡ്ജറ്റിൽ ഇറങ്ങുന്ന ഒരു പടം, ഇത്രയും ഹൈപ്പുള്ള ഒരു പടം കാണാതിരിക്കൂല, ഇരിക്കാൻ ചാൻസ് കുറവാണ്. പുള്ളിയുടെ പ്രൊഡക്ഷനും ഇല്ലേ, ആശീർവാദാണ്. പിന്നെ മോഹൻലാൽ അങ്ങനെ സിനിമയോട് അങ്ങനെ ഭയങ്കരമായിട്ട് ഇൻവോൾവ് അല്ല, മനസ്സിലായെന്ന് വെച്ചാൽ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ അങ്ങനെ കേട്ടിട്ടില്ല. മമ്മൂട്ടിയാണെങ്കിൽ കൂടെ എപ്പോഴും ഇങ്ങനെ ആൾക്കാരെ ഇങ്ങനെ ഇത് ചോദിച്ചുകൊണ്ടിരിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അത്രയും അങ്ങനെ ഒരു പാഷനേറ്റ് ആയിട്ട് പ്രൊഡക്ഷനും കാര്യങ്ങളും. അങ്ങനെയാണെങ്കിൽ പോലും പുള്ളി ഇതിന് പോയി, ഇതിന് പ്രൊമോഷനായിട്ട് പോയി. ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത ഒരു, എനിക്ക് തോന്നുന്നില്ല വേറെ ഒരു സിനിമയിലും ലാലേട്ടൻ ഇത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്താണ്, പ്രൊമോഷൻ ഒന്നും ചെയ്താണല്ലോ. എന്നിട്ട് ഈ സിനിമേനെ കഥ അറിഞ്ഞൂടാ, ഇത്രയ്ക്ക് അൺപ്രൊഫഷണൽ ആണെന്നുള്ള രീതിയിൽ പുള്ളി മേജർ രവി പറയണ, മേജർ രവി ലാലേട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ പറയാനേ സത്യം പറഞ്ഞ കണ്ടിട്ടില്ലെങ്കിലും പറയാൻ പാടില്ല. അതൊരു ഒളിച്ചോട്ടമാണ്. ഒളിച്ചോട്ടം ഒരാളെ അപമാനിക്കലും കൂടെ, അയാൾക്ക് ആ പ്രൊഫഷന് ഒരു ഇതില്ല എന്നുള്ള രീതിയിൽ പറയണ പോലെ. അത് എന്തിനല്ലേ, എനിക്കത് വിഷമം തോന്നി. എന്നിട്ട് പിന്നെ ഒരു ഡയലോഗ്, മാപ്പ് ഇത് എഴുതി വെച്ചിട്ടുണ്ട്, ഉടനെ പറയും. എല്ലാവർക്കും വിഷമായി. അതല്ല, ഇത് വിഷമാവാനേ ഇത് അത്ര ആന്റി നാഷണൽ ആയിട്ടുള്ള ഒരു സാധനമാണ്. ദേശത്തിന് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഒന്നും പറയുന്നില്ലല്ലോ. ഒരു നടന്ന ഒരു സംഭവത്തിനെ കാണിക്കുന്നു. ആ ഒരു സംഭവത്തിൽ എത്രയോ പേര് മരിച്ചവരാണ്. ഓരോ ഉണ്ടായ സാധനത്തിൽ അതിനെ നമ്മൾ ഇത് ചെയ്യാൻ പാടണ്ടോ? അത് കാണിക്കേണ്ടതല്ലേ? കാണിക്കേണ്ടതാണ്. അത് ഒരു ആ സ്റ്റോറി അല്ലെങ്കിൽ ആ ഒരു കഥയ്ക്ക് ഇത് ആവശ്യമാണെങ്കിൽ അത് കാണിക്കേണ്ട സാധനം തന്നെയാണ്. അപ്പൊ സെയ്ദ് മസൂദിന്റെ ബാക്ക് സ്റ്റോറിക്ക് അത് ആവശ്യമായിരുന്നു, അതുകൊണ്ട് അത് കാണിച്ചു. പിന്നീട് ഇതിന് ഈ എന്താ, അല്ലെങ്കിൽ ആദ്യം അവർ ആ സെൻസർ ബോർഡ് വരെ ആദ്യമേ ഇത് കട്ട് ചെയ്യിപ്പിക്കണമായിരുന്നു. എന്തെങ്കിലും ഒരു ആന്റി നാഷണൽ എലമെന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവുന്ന സാധ്യതയുള്ളതാണെങ്കിൽ അവർ കട്ട് ചെയ്യാനുള്ളതാണ്. അത് അവരും കണ്ട് സർട്ടിഫിക്കറ്റും കിട്ടിയിട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം വരുന്നത്. അത് പിന്നെ അവര് പറഞ്ഞിട്ടുമല്ല, സെൻസർ ബോർഡ് പറഞ്ഞിട്ടുമല്ല കട്ട് ചെയ്യുന്നത്, ഇത് ഇവര് സ്വമേധയാ കട്ട് ചെയ്യണതല്ലേ. സംഭവം എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആൾക്കാരെ ഒന്ന് കയ്യിൽ സോപ്പിടാൻ വേണ്ടി ഇത് പോയി കത്തി കഴിഞ്ഞാലേ, ഈ സംഭവം കത്തി കഴിഞ്ഞാൽ ഇത് ചെറിയൊരു സംഭവം അല്ല. ഇപ്പോഴത്തെ ഒരു ഇതില് എന്ന് വെച്ചാൽ ആ സിനിമയിൽ ഇത് ഭയങ്കര വലിയ ഹിറ്റാവാൻ പോണ സിനിമയല്ലേ, എല്ലാരും കാണും. സംഭവം കുറച്ച് 5 പേര് കണ്ടിട്ട് പോകുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് എല്ലാരും കാണും. ഗുജറാത്ത് വീണ്ടും ചർച്ചയാവും. എന്തുകൊണ്ട് മൊത്തത്തിൽ ചർച്ചയാവും. അപ്പോഴ് അതൊക്കെ പേടിയുണ്ട് കാണും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത്ര ഈ ഒരു വോക്കൽ ആയില്ലായിരുന്നെങ്കിൽ ഇതിനെ കുറിച്ചൊന്നും വല്ലതായിട്ട് ആൾക്കാര് ഈ ഗുജറാത്ത് കലാപത്തിനെ കുറിച്ച് അധികം ചർച്ച ചെയ്യില്ലായിരുന്നു. അത് ഇവരും ബിസിനസ് പരമായിട്ട് നോക്കിയിട്ടുണ്ട് ഈ സിനിമയുടെ ആൾക്കാരെ. അവരും എനിക്ക് തോന്നുന്നു 5 ദിവസം കൊണ്ട് 200 കോടിയൊന്നും കളക്ട് ചെയ്യാൻ, ഇത്രയും ഫാസ്റ്റ് പേസിന് കളക്ട് ചെയ്യാനൊന്നും സാധിക്കൂലായിരുന്നു. ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് കേരളത്തിന് പുറത്ത് ഇപ്പം വേറെ സ്റ്റേറ്റില് അങ്ങനെ ഹിറ്റായോ? തമിഴ്നാട് അങ്ങനെയൊന്നും ഭയങ്കര പാൻ ഇന്ത്യ രീതിയിലൊന്നും ഏറ്റെടുത്തില്ലല്ലോ. ഇന്ത്യയില് പക്ഷെ യുഎസിലൊക്കെ ഭയങ്കര കളക്ഷൻ കിട്ടി. അപ്പോഴങ്ങനത്തെ രീതിയിൽ ആദ്യമേ ഒരു മിക്സഡ് റിവ്യൂ ആണ് വന്നത് അല്ലേ? മിക്സഡ് റിവ്യൂ ആണ് ആദ്യമേ. എല്ലാരും ആദ്യം പോയവരെല്ലാരും എനിക്ക് തോന്നുന്നു ഹൈ എക്സ്പെക്ടേഷനിൽ പോയി. പക്ഷെ അങ്ങനെ എഫക്ട് ആയില്ല എന്നുള്ള രീതിയിൽ തന്നെ ഇപ്പൊ ഒരു എക്സ്പെക്ടേഷൻ കുറച്ച് റിയലിസ്റ്റിക് ആയതുകൊണ്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നുണ്ടല്ലേ. അല്ല, ഇത് ആരും എനിക്ക് തോന്നുന്നില്ല ഈ കലാപം അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇവര് എന്നെ ഇട്ട് ഇത് സംഭവം മേജർ രവി പറഞ്ഞത്, ഇത് പട്ടാളത്തിന്റെ കൊളീഗ്സ് ആയ പട്ടാളക്കാർ ചോദിച്ചു ഇതെന്താണ് ചെയ്തു വെച്ചിരിക്കുന്ന, ഇതില് പട്ടാളത്തിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല, ഒന്നും പറയുന്നില്ല. ഇത് രാജ്യത്തിനെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇന്നത്തെ ആ ഒരു ഇഷ്യൂവിനെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ആ പേര്
അത്രേ ഉള്ളൂ. അവർക്കാണ് പ്രശ്നം. ഇത് രാഷ്ട്രവിരുദ്ധതയുള്ള സാധനമല്ല. ഒരു പെർട്ടിക്കുലർ ഒരു രാഷ്ട്രീയ ഓർഗനൈസേഷനാണ് ബുദ്ധിമുട്ട്. അപ്പോഴേ ഇത് സംഭവം ലാലേട്ടൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനത്തെ രീതിയിൽ പറഞ്ഞ് ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ കുറച്ച് പള്ളുവിളിയൊക്കെ കിട്ടിയെന്നോ. നല്ല ചീത്ത വിളി കിട്ടി. പക്ഷെ എന്നിട്ട് അതിനുശേഷം ഏറ്റവും വിഷമം തോന്നിയത് ലാലേട്ടൻ മാപ്പ് പറഞ്ഞു ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അന്നത്തെ ദിവസം എനിക്ക് ഒരുമാതിരി വല്ലാത്തൊരു എന്താ പറയാ, ഈ പുള്ളി ആണ് ഇങ്ങനെ ഇത്തിരി അല്ല, പുള്ളിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രശ്നങ്ങളിൽ ഇല്ലാതെ പോകുന്ന ഒരു ഈസി ഗോയിങ് ആയിട്ടുള്ള ആളാണ്. പക്ഷെ എന്തിനിതിൽ പോയി പറയാൻ പോണെന്നുള്ള ഒരു രീതിയിൽ നമുക്കൊരു ഇതായിപ്പോയി. പിന്നെ പുള്ളിക്ക് പ്രഷറാണ്, വേറെ രീതിയിലുള്ള പ്രഷേഴ്സ് കാണുമായിരിക്കും. സംഭവം എന്ന് പറഞ്ഞാൽ ബിസിനസ് പരമായിട്ട് ചിന്തിക്കുമ്പോൾ, ഇനി ഭാവിയിലുള്ള കാര്യമായിട്ട് ചിന്തിക്കുമ്പോൾ പ്രശ്നങ്ങൾ ചിലപ്പോൾ വരാം. കാരണം നല്ല പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ് മൊത്തത്തിൽ ഇന്ത്യയിൽ. അപ്പോഴങ്ങനെ എന്തെങ്കിലും അത് വല്ല തടസ്സമോ ഭാവിയിലുള്ള പ്രശ്നങ്ങളൊക്കെ കാണും. ED വരും, പിന്നെ സെൻസർ നല്ല ഇത് വരുമ്പോ സെൻസർ ഇടപെടും. അങ്ങനത്തെ കാര്യങ്ങളിൽ ഇപ്പം CPM-ഉം കോൺഗ്രസും പോലെ അല്ലല്ലോ. അവരെ എന്തുവാണോ പറഞ്ഞാലും ഒരു പ്രശ്നമില്ല. അവരെന്തെല്ലാം കാണിച്ചിട്ടുണ്ട്, മറ്റേ തിരുവാതിരക്കളി, മാസ്കിന്റെ സാധനം, എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, എന്തെല്ലാം ഒരു കുഴപ്പമില്ല. അതൊന്നും അവര് ചീഫ് മിനിസ്റ്റർ തന്നെ പോയി, CM തന്നെ പോയി കണ്ടിട്ട് പോസ്റ്റ് ഒക്കെ ഇട്ടല്ലേ. ഭയങ്കര ബാക്കിങ് ഉണ്ടായിരുന്നു ലാലേട്ടൻ. നമ്മളിപ്പോ കണ്ടിട്ട് നമ്മൾ വന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞു, CPM-നെയൊക്കെ നല്ല രീതിയിൽ കൊടുത്തല്ലേ, നല്ല രീതിയിൽ കൊടുത്തെന്നാണ് പറഞ്ഞത്. രീതിയിൽ കൊടുത്തെന്നാ നമ്മൾ സംസാരിച്ചത് പറയാം. അല്ല, ഇതിനെ കുറിച്ച് പറഞ്ഞേ ഇല്ല. ഇതിനെ കുറിച്ച് പറഞ്ഞേ ഇല്ല. പിന്നീട് ഇവർക്ക് നല്ല സപ്പോർട്ട് അല്ലാണ്ട് തന്നെ സ്റ്റേറ്റ്, നമ്മുടെ ഇവിടുത്തെ ആൾക്കാര്, ഫാൻസ് ആയാലും കുറെ ഫാൻസിന് ബുദ്ധിമുട്ടായി. എന്നാലും കോർ ഫാൻസ് കുറെ പേര് ലാലേട്ടന് ഭയങ്കര സപ്പോർട്ട് ചെയ്തു. പക്ഷെ അത് ഈ മാപ്പ് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞ വെച്ച പറഞ്ഞ ഒരു രീതി എന്ന് പറയുന്നത്, കാണുന്നവരെല്ലാരും പുള്ളിയുടെ ഫാൻസ് എല്ലാരും ഈ ഒരു ഓർഗനൈസേഷനിൽ പെട്ടവരാണെന്നുള്ള രീതിയിൽ മാപ്പ് പറഞ്ഞേക്കണം. അത് എന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് വിഷമം ഉണ്ടായി, ഒരുപാട് ആൾക്കാർക്ക് നമ്മുടെ ഉള്ളവർക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടായെന്ന് പറയുന്നു. അങ്ങനെ വിഷമം ഉണ്ടാക്കാൻ പറ്റിയ എന്തെങ്കിലും സാധനം ഉണ്ടോ? മാപ്പ് പറഞ്ഞപ്പോഴാണ് വിഷമം. അല്ല, കേരളത്തിൽ ഉള്ള ആൾക്കാർക്ക് ഇപ്പം നോർത്ത് ഇന്ത്യയിൽ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ തീവ്രമായിട്ടുള്ള ഒരു എക്സ്ട്രീമിസ്റ്റുകൾ എല്ലാ മതത്തിലും ഉള്ളവരാണ്. അവിടെ പറയുമ്പോൾ കുറച്ച് സെൻസിറ്റീവാണ്. പക്ഷെ കേരളത്തിൽ ഇത്രയും സെൻസിറ്റീവ് ഭയങ്കരമായിട്ട് ഒരുപാട് പേര് ഇത് കണ്ട് വിഷമിക്കൂ? ഇല്ല, സാധ്യത കുറവാണ്. പിന്നെ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരനും കുറച്ച് വലതുപക്ഷത്തോട് താല്പര്യമുള്ള ആളാണെന്നാണ് കേട്ടിട്ടുള്ളത്. അതിന്റെയും കൂടെ അവൻ സാധ്യതയുണ്ട്. പുള്ളി ആദ്യം ഇത് വായിച്ചു നോക്കിയിട്ട് ചെയ്യണമായിരുന്നു. ഇതും ഇല്ല അതും ഇല്ല. ഇത് എടുത്തതിന് ശേഷം പിന്നെ ഇപ്പൊ പൈസ കൊടുത്ത്, നമ്മൾ ആദ്യത്തെ ദിവസം പോയി പൈസ കൊടുത്ത് നമ്മളെ മണ്ടപ്പരായി അല്ലേ, ഒരുമാതിരി അങ്ങനത്തെ ഒരു രീതി. ഇതൊക്കെ സിനിമയില് മാസ് കാണിക്കാനും അതിന് ഭയങ്കര രീതിയിലെല്ലാം പറയാനും, മാസ്ക് ഇല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ പറയാനും, കോൺഗ്രസിനെ പറയാനും ഉള്ള ഇത് റിയൽ ആയിട്ട് വരുമ്പോ ഇവരൊക്കെ ഇങ്ങനെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിനിമയിലൂടെ കാണിച്ചിട്ട് എന്ത് കാര്യമായിരിക്കുന്നു? ഒരു ഗട്ട്സും ഇല്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ റിയൽ ഒരു സിറ്റുവേഷനിലല്ലേ ഇങ്ങനെ കേൾക്കണം. വിശ്വരൂപം ഇറങ്ങിയപ്പോഴ് കമലഹാസൻ നിന്നതാ, വിജയ് വിശ്വരൂപം ഇറങ്ങിയപ്പോ ഭയങ്കര പ്രശ്നം വരുന്നല്ലോ. അന്ന് റിലീസ് ചെയ്യാൻ സമ്മതിച്ചില്ലല്ലോ. തമിഴ്നാട്ടിൽ, കേരളത്തിലാണ് ആദ്യം റിലീസ് ചെയ്തത്. അത് മറ്റേ B ക്ലാസ് തിയേറ്ററിലാണ് ആദ്യം റിലീസ് ചെയ്തത്. പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് അവർ റിലീസ് ചെയ്തത്. പുള്ളിക്കാരൻ കട്ട് ചെയ്ത് കളഞ്ഞ. ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാളും അങ്ങനെ ഒരു സിനിമയില് ഇങ്ങനെ കട്ട് ചെയ്ത് കളയൂല. ജില്ലയിലല്ലായിരുന്നു വിജയ്ക്ക് മെർസൽ. അതില് തന്നെ വിജയിന് അവിടുത്തെ BJP-കാരൻ മറ്റേ പുള്ളിയുടെ ജോസഫ് വിജയ് എന്നും പറഞ്ഞിട്ടൊക്കെയാണ്. അപ്പൊ പുള്ളി ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയപ്പോഴും ഈ ജോസഫ് വിജയ് എന്നും പറഞ്ഞ ഇട്ടിട്ട് പുള്ളി തന്നെ പറഞ്ഞു എവർക്ക് താങ്ക്സ് പറഞ്ഞു, BJP-കാരടുത്ത് താങ്ക്സ് പറഞ്ഞു, ഇങ്ങനെ ഈ സിനിമ ഹിറ്റ് ആക്കിയതിന് താങ്ക്സ് എന്നുള്ള രീതിയിലാണ്. പുള്ളി അത്രയും ബ്രേവ് ആയിട്ട് നിന്ന ആളാണ് അവിടെയൊക്കെ ഉള്ളത്. ഇവിടെ മാത്രം ഇവിടെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഭയങ്കര കുറവായിരുന്നു. ഇപ്പം അമ്മ ഓർഗനൈസേഷൻ അങ്ങനെ അവരുടെ സപ്പോർട്ട് ചെയ്യാൻ മടിക്കുന്നു. അല്ലെങ്കിൽ ഇതിന് അതിനും മാത്രം ഭയങ്കര രീതിയിലുള്ള ഒരു അറ്റാക്കോ കേരളത്തിൽ നിന്ന് ഉണ്ടായോ? എനിക്ക് തോന്നിയില്ല. അത്ര ഒരു ഇതുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ലാസ്റ്റ് ആയപ്പോ ഈ
പൊളിറ്റിക്കൽ പാർട്ടി അവര് തന്നെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ കട്ട് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ, അങ്ങനെ പറഞ്ഞു. ഞങ്ങള് കട്ട് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അവര് സ്വന്തമായിട്ട് ചെയ്യുന്നതല്ലേ, അതില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതാ. അപ്പൊ അവരും കൈ കഴിഞ്ഞു. ഇപ്പൊ എല്ലാം കൂടെ ഈ സിനിമ ഉണ്ടാക്കിയവരുടെ മാത്രം പ്രശ്നം. അതെ, അപ്പൊ അത് മോശമായി പോയി. അത് മോശമായിപ്പോയി. ഒരു സിനിമ ഇത് ചെയ്യുന്ന പെട്ടെന്ന് തന്നെ ഒരു സാധനം ചെയ്യാൻ പാടില്ല. അത് അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ അത് ഉണ്ടാക്കിയ ആൾക്കാർക്ക് എന്ത് വിഷമമായിരിക്കും, മുരളി ഗോപിക്ക് എന്ത് വിഷമമായിരിക്കും. പൃഥ്വിരാജ് ഇതില് റെസ്പോണ്ട് ചെയ്താ? പൃഥ്വിരാജ് ഷെയർ ചെയ്തു, ഈ മോഹൻലാലിട്ട് ഷെയർ ചെയ്തല്ലേ ഉള്ളൂ, അല്ലാതെ പറഞ്ഞിട്ടില്ല. പക്ഷെ അത് ഇല്ലെങ്കിൽ അവര് കൃത്യമായിട്ട് ഇങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് കോൺട്രവേഴ്സി ഉണ്ടാവും എന്നൊക്കെ നോക്കിയിട്ട് അങ്ങനെ എടുക്കുക. അല്ലെങ്കിൽ എടുത്തിട്ട് സ്വന്തം സാധനത്തില് വിശ്വാസം അർപ്പിച്ച് അങ്ങനെ നിൽക്കുക. അല്ല, ഇത് ഒരു ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ. ഈ സംഭവം ഇങ്ങനത്തെ ഒരു സാധനം കാണിക്കുന്നു, ഇതെല്ലാരും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 2016 ശേഷമല്ലേ ഈ അധികാരത്തിൽ പറഞ്ഞ 2014 ശേഷം ഉള്ള സാഹചര്യങ്ങളും മൊത്തത്തിലൊരു എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആണ്. അപ്പോഴ ആ ഒരു സാഹചര്യത്തിൽ ഈ സാധനം കൊണ്ടുവരുമ്പം എങ്ങനെ ആവുന്ന ആൾക്കാർക്ക് ജഡ്ജ്മെന്റ് ചെയ്യാൻ പറ്റുമല്ലോ, അത് ഇവർക്ക് അറിയാമല്ലോ. നമ്മള് പറഞ്ഞ പാൻ ഇന്ത്യൻ ബേസിസിൽ ഇങ്ങനത്തെ സാധനം കാണിക്കുമ്പോൾ അതെങ്ങനെ അവിടെ ഹിറ്റ് ആവും നമുക്ക്, സാധാരണ നമ്മളത്ര സിനിമാറ്റിക് ജീനിയസ് അങ്ങനെ ഒന്നുമല്ലല്ലോ, നമുക്ക് ചിന്തിച്ചെടുക്കാന്നല്ലേ ഉള്ളൂ. നമ്മള് ചിന്തിച്ച് എന്നിട്ട് അവർക്ക് നേരത്തെ തോന്നിയില്ല, ഈ ലാലേട്ടന് തോന്നിയില്ല, പൃഥ്വിരാജിന് തോന്നിയില്ല, മുരളി ഗോപിക്ക് തോന്നിയില്ല, ആന്റണി പെരുമ്പാവൂരിന് തോന്നിയില്ല. ലാലേട്ടനും പോട്ട്, പൃഥ്വിരാജിന് തോന്നും, പൃഥ്വിരാജിനും മുരളി ഗോപിക്കും എന്തായാലും അറിയാൻ പറ്റും അല്ലേ. അപ്പൊ അവര് നേരത്തെ ഇതിങ്ങനെ പ്രശ്നമാവെന്ന് അറിഞ്ഞ് പിന്നെ കട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ട് എടുത്തന്നേ നമുക്ക് പറയാൻ പറ്റും. ഇതൊരു ബിസിനസ് പരമായിട്ട് ഉപയോഗിച്ചെന്നേ നമുക്ക് പറയാൻ പറ്റൂ. അത് നമുക്ക് ഭയങ്കര മോശമായിട്ട് തോന്നും. അതെ അതെ, ഇത്രയും ഇതായിട്ട് ഇത് ബിസിനസിന് വേണ്ടി ഇങ്ങനെ എല്ലാവർക്കും വിഷമം ഉണ്ടാക്കിയെന്ന് അറിഞ്ഞു, അതുകൊണ്ട് കട്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ അത് സംഭവം കട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ ഉള്ളവർ കേസ് കൊടുക്കണം, കേസ് കൊടുത്തിട്ട് പോയിട്ട് കട്ട് ചെയ്യണം. എങ്കിൽ കേസ് കൊടുത്തിട്ട് അത് ജയിച്ചിട്ട് കട്ട് ചെയ്യണം, വേണം സ്റ്റേ ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഇത് ഇത് വന്ന ഉടനെ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും പറഞ്ഞ് ഇവർക്ക് കട്ട് ചെയ്തുകൂടെ? അവർക്ക് ഈ പാർട്ടി പ്രവർത്തകർക്കും ഉണ്ടായ വിഷമം അവരെന്ത് വിഷമിക്കൂലേ? പിന്നെ ഈ തിരുവാതിര കളിക്കണ ഒരു യഥാർത്ഥമായിട്ട് കളിച്ചതൊക്കെ ഒരു വിഷമം ഉണ്ടാവൂലേ? അത് അല്ല, അത് സത്യമാണ്. ഈ തിരുവാതിര ആ ഒരു സാധനം ഇടാൻ എത്ര പേരെ കൊണ്ട് കാണുമല്ലേ. അപ്പൊ അത് പ്രോപ്പർ ചിന്തിച്ചിട്ട് തന്നെയാണ് ചെയ്തത്. അപ്പൊ അതൊന്നും കുഴപ്പമില്ല. ഇതിന് മാത്രം പ്രശ്നം. ഇതിപ്പോ അവര് നേരത്തെ തയ്യാറാക്കിയ പോലെ ഒരു മാപ്പം പറഞ്ഞ്, എനിക്ക് തോന്നുന്നു ഇന്ന് സുരേഷ് ഗോപി അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് എന്തൊരു ബിസിനസ് ആണ്, നമുക്കും അതാണ് തോന്നിയത്. ഇല്ലേ, കലക്കി ബിസിനസ് എടുത്തതുപോലെ തോന്നുന്നു. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കട്ട് ചെയ്യാൻ ഗോപാലൻ പറഞ്ഞു, കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു സിനിമ കട്ട് ചെയ്ത് കളയണത്. അതാ, ഇതിപ്പോ കട്ട് ചെയ്യാൻ വേറെ ആരും പറഞ്ഞിട്ടില്ല, ഇല്ല, വേറെ ആരും ഒന്നും ചെയ്തിട്ടുമില്ല. ഇവർ സ്വന്തമായിട്ട് കട്ട് ചെയ്യും. എന്തൊക്കെ ഫുൾ ഒരാഴ്ച ഒരു മാസമായിട്ട് ഈ എമ്പുരാനും കൊണ്ട് നടക്കുകയാണ്. അതല്ലടാ, ഒരു ബിസിനസ് ഇത് കഴിഞ്ഞ് ലാലേട്ടനെ വെച്ചൊരു സിനിമ ചെയ്യണത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മളെ മലയക്കോട്ടെ വാലിബൻ തന്നെ LJP ഒരു ഇന്റർവ്യൂവിൽ വന്ന് നോ പ്ലാൻ ടു ചേഞ്ച്, നോ ഇംപ്രസ് എന്നൊക്കെ പറഞ്ഞ ഒരാള് വന്നിരുന്ന് പറയേണ്ടി വരുന്നു എന്റെ സിനിമ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയേണ്ടി വന്നു. കാരണം ഒരു ബിസിനസ് ആയിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് പറയാമെങ്കിലും അവർക്ക് അത്രയും പ്രഷറുണ്ട്. ബിസിനസ് പരമായിട്ടാണ് സംഭവിച്ചത്, ഇതൊക്കെ തന്നെയാണ്. പക്ഷേ ഇപ്പം ടോട്ടലി ബിസിനസ് ആയതുപോലെ തോന്നുന്നു. ബിസിനസ് പരമായിട്ടാണെങ്കിൽ നല്ലൊരു ബ്രില്യന്റ് ഐഡിയ ആണ്. സ്കാം പോലെ നമുക്ക് തോന്നുന്നു. സത്യം പറയട്ടോ, ഇവരാദ്യത്തെ ആ ഒരു പ്രൊമോഷന്റെ സാധനം ഇതില് ആ ഹൈപ്പ് കയറ്റിയതും നമ്മള് ഭയങ്കര പ്രതീക്ഷയില്ലാതെ പോയി. അപ്പൊ ആ ഹൈപ്പിനൊത്ത സംഭവം നമുക്ക് കിട്ടിയില്ല, നമുക്ക് ഇതടിച്ചു. പിന്നെ അതിനുശേഷം ഇവര് ഈ കോൺട്രവേഴ്സി വഴി പിന്നെ അവര് അത് ഫോക്കസ് ചെയ്തോലോ, കട്ട് ചെയ്യുമെന്ന് പറയുന്നത്. അങ്ങനെ എല്ലാരും ബുക്ക് ചെയ്ത് ആദ്യമേ കാണാൻ ഇത് തിങ്കളാഴ്ച ആകുമ്പം പുതിയ വെർഷൻ ഇറങ്ങുമെന്ന് പറഞ്ഞു. അതിനു മുമ്പേ ആൾക്കാർ കാണാൻ വേണ്ടി എല്ലാരും ഒരുമിച്ച് ബുക്ക് ചെയ്ത് വീണ്ടും പോകുന്നു. ഇനിയിപ്പോ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ആൾക്കാർക്ക് എന്ത് കട്ട് ചെയ്ത് കാണാൻ വേണ്ടി നമ്മള് കാണാൻ പോവാന്നൊക്കെ വിചാരിച്ചു. അതെ അതെ, അതില്ല, അത് മോശമാണ്. ഇനി ഒന്നുകൂടെ പോയി കാണാനൊന്നും വയ്യ. അത് ശരി, പാടുവാണ് ഇരിക്കാൻ ഇല്ലേ.
ഇത്തിരി പാടാണ്, 3 മണിക്കൂറൊക്കെ ഉണ്ട്, ഇത്തിരി പാടാണ് എനിക്ക്. അത് മാത്രമല്ല ഇപ്പൊ ഈ ഒരു ഇഷ്യൂ നടന്നപ്പം പഴയ ഈ പൃഥ്വിരാജ് ഹേറ്റ്നെസ് ഉണ്ടല്ലോ, അത് പിന്നെയും പൊങ്ങി വന്നു. എല്ലാത്തിനും കാരണം പൃഥ്വിരാജാണ്. ലാലേട്ടൻ മാപ്പ് പറഞ്ഞു. ഇപ്പം മേജർ രവി സംസാരിക്കണ കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ പഞ്ചപാവം, ഒന്നും അറിഞ്ഞൂടാ, കൊച്ചു കുഞ്ഞ്. ഇത് എല്ലാം ചെയ്തത് മുരളി ഗോപിയും പൃഥ്വിരാജും. ഇപ്പം ഈ സിനിമയിൽ എന്ത് ബന്ധമാണ് മേജർ രവിക്ക്? ഒരു ബന്ധവും. പിന്നെ എന്താണ് ഇത്രയും അതോറിറ്റി ആയിട്ട് ഇങ്ങനെ പറയേണ്ടത്? പുള്ളി ആദ്യം വന്നിട്ട് പറഞ്ഞത് എക്സലന്റ്, ഇങ്ങനെ ഒരു മൂവി എടുക്കാൻ പറ്റുമെന്ന് എല്ലാ ഡയറക്ടേഴ്സിന്റെ സ്വപ്നമാണ്. പോയി ലൈവിൽ രാജസ്നേഹിയായ ഒരാളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവളെ കട്ട് ചെയ്തേ. കൊള്ളാം പുള്ളി, അടിപൊളി. അല്ല പുള്ളി പെട്ടെന്നൊരു ഇത് ഇനി എനിക്ക് വരാൻ നേരമായി ലൈവില് ഒരു സാധനത്തിൽ പറഞ്ഞു. പുള്ളി സിനിമയുടെ ഭാഗമല്ല, പുള്ളി ക്രൂയിലില്ല, ഒന്നിലും ഇല്ല. പുള്ളി ഇത്രയും ആദ്യം ഇപ്പം വരും, ലാലേട്ടന്റെ ഇത് ഇപ്പം വരും, ഇത് വരും, നിങ്ങളെല്ലാരും വിഷമിച്ചിരിക്കുക, അങ്ങനെ പറയും. ലാലേട്ടൻ പറഞ്ഞാ പോരെ? അതെ, ലാലേട്ടൻ പറഞ്ഞാൽ മതി. പുള്ളിക്ക് സംസാരിക്കാൻ പുള്ളി പറയണം, അല്ലാണ്ട് ഈ സിനിമ ഇപ്പൊ പുള്ളിയുടെ സിനിമയാണെങ്കിൽ പുള്ളി അങ്ങനെ എന്തെങ്കിലും വിവാദം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പുള്ളിക്ക് പറയാം. ഇപ്പം കീർത്തി ചക്രയിൽ എന്ത് വയലൻസ് ഇല്ലേ? ഇത്രയും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള വേറൊരു ആക്ടർ ഈ ലോകത്തില്ല, ഇല്ലേ? ഇത്രയും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആക്ടർ സത്യമാണ്. ലാലേട്ടൻ ഫാൻ നമുക്ക് ഇഷ്ടമൊക്കെ തന്നെയാണ്, പക്ഷെ ഇത്രയും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു വേറെ ആക്ടർ ഇല്ല. ഇത് ഈ സിനിമ മമ്മൂട്ടി ചെയ്തിരുന്നെങ്കിൽ എന്തെല്ലാം വേറെ രീതിയിലൊക്കെ ഇത് വേറെ ലെവലിൽ പോയേനെ. ഈ പൃഥ്വിരാജിന്റെ പേര് ആഷിഖ് അബൂന്ന് അങ്ങനെ വല്ലതും ആയിരുന്നെങ്കിൽ എന്തെല്ലാം ഇഷ്യൂ നടന്നേനല്ലേ. അതാ ഇവര് പേരുകൊണ്ടുള്ള ഇതുണ്ട്, പക്ഷെ എന്നാൽ ലാലേട്ടൻ ഇപ്പം ഈ സിനിമയ്ക്കും ലാലേട്ടനെ എല്ലാരും എളുപ്പമാവും, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് മാറ്റി എടുത്തിട്ട് ബാക്കി എല്ലാം കൂടെ പൃഥ്വിരാജും മുരളി ഗോപി ഇവര് രണ്ടുപേരുടെ തലയിൽ മാത്രമാക്കി. ഇപ്പൊ പൃഥ്വിരാജിന്റെ അടുത്ത് തന്നെ ഹേറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് എല്ലാരും ഇങ്ങനെ വിമർശിച്ച മല്ലിക സുകുമാരൻ പുള്ളിക്കാരി സംസാരിച്ചു. പുള്ളിക്കാരി ഭയങ്കര വോക്കല് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ, നല്ലതായിട്ട് സംസാരിച്ചു, ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത്. അത് അത്രക്ക് ഡിപ്ലോമാറ്റിക്കും ആയിട്ടല്ല സംസാരിച്ചല്ലേ, ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞു. മോഹൻലാലിനെ അറിയായിരുന്നു, അങ്ങനത്തെ രീതിയിൽ തന്നെ. ഇവൻ മാത്രല്ലേ എന്നുള്ള രീതിയിൽ ഇത് പറഞ്ഞു. പിന്നെ എന്താ പറയാ, അവർക്ക് ഈ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ സപ്പോർട്ട് സിസ്റ്റം എന്നുള്ള രീതിയിൽ ഇപ്പം മമ്മൂട്ടി അങ്ങനെ കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ. അത് എനിക്ക് ഭയങ്കര മോശമാണെന്ന് തോന്നുന്നു അല്ലേ. മറ്റേ തമിഴിലൊക്കെ ആണെങ്കിൽ അന്ന് വിജയുടെ ആ ഒരു ഇഷ്യൂവിന് രജനീകാന്ത് വന്ന് സപ്പോർട്ട് ചെയ്തു, കമലഹാസൻ വന്ന് സപ്പോർട്ട് ചെയ്തു, അങ്ങനത്തെ എല്ലാ ടൈക്കോൺസും വന്ന് സപ്പോർട്ടൊക്കെ ചെയ്തു. പക്ഷെ ഇവിടെ മാത്രം ഒരു എല്ലാവർക്കും പേടിയുള്ള പോലെ ഇവിടെ ഭയങ്കര ഇത്തിരി ഡിപ്ലോമസി ഭയങ്കര കൂടുതലാണ് കേട്ടോ, ഭയങ്കര കൂടുതലാണ് ഈ മലയാളത്തിൽ കൂടുതൽ. അങ്ങനെ അത്രയും ഇപ്പം ഈ പ്രൊഡ്യൂസേഴ്സിന്റെ കേസിലൊക്കെ എല്ലാരും വന്ന് സംസാരിച്ചല്ലേ, എല്ലാരും ഭയങ്കര വോക്കലായിട്ട് ഭയങ്കര രീതിയിൽ അതങ്ങനെയല്ല ഇങ്ങനെയല്ല. അന്ന് അജു വർഗീസ് ഒക്കെ ആയിരുന്നു ഭയങ്കരമായിട്ട് മറ്റേ എല്ലാ ഇന്റർവ്യൂലൊക്കെ വന്നിട്ട് കൊടുക്കുമായിരുന്നു. ഇതിനെ ഈ സിനിമയെ സപ്പോർട്ട് ചെയ്തിട്ട് ഇത് കട്ട് ചെയ്യാൻ പാടില്ല, ഇത് കട്ട് ചെയ്യരുത് എന്ന് ഒരു ഇത് ചെയ്യണമായിരുന്നു, ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, ഇത് ചെയ്യാൻ പാടില്ല, ഇനി ഈ സിനിമകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുമോ അതൊക്കെ ഡിസ്കസ് ചെയ്യണമായിരുന്നു. അതൊന്നും അവര് ചെയ്യൂല. സംഭവം നമുക്ക് സുരേഷ് ഗോപി പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റൂല. എനിക്കാണ് പുള്ളി പറഞ്ഞത് ഫാക്ട് ആണ് എന്ന് പറഞ്ഞത്, എനിക്ക് ഫാക്ട് ആയിട്ടാണ്. ഈ സംഭവം ഇങ്ങനെ ഇത്രയും എടുപിടി എന്ന് പറഞ്ഞ് കട്ട് ചെയ്യിപ്പിക്കുക അല്ലേ, ഡബും ചെയ്തു. അല്ലെങ്കിൽ സ്വന്തം സിനിമയ്ക്ക് വേണ്ടി ഫൈറ്റ് അല്ലേ ചെയ്യേണ്ടത് അല്ലേ. പൃഥ്വിരാജ് ഇതുവരെയായിട്ടും ഒന്നും മിണ്ടിയിട്ടില്ല ഈ ഒരു റീഷെയർ ചെയ്തതെന്നുള്ളതല്ലാതെ. സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല. എന്താണ് സാധാരണ ഒരു ഡയറക്ടർ എന്ന നിലയിൽ വല്ലതും പറയാനുള്ളതാണ്. അതാണ് എല്ലാത്തിനും വേണ്ടി പ്രതികരിക്കുന്ന ഒരാൾ ഇത് മാത്രം ഇങ്ങനെ മൗനം പാലിച്ചിരിക്കുന്നതിന്റെ അടുത്ത ടൈം ഞാൻ അലക്സയിൽ ചെയ്യും. സാധാരണ ഡയറക്ടേഴ്സ് സംസാരിക്കും പോലെ അല്ല പുള്ളി സംസാരിക്കും. മറ്റേ പ്രൊമോഷനിലേക്ക് അങ്ങ് തൊള്ളി അങ്ങ് വിടും. ഞാൻ ലാലേട്ടനെ കാണാൻ പോകുന്നു, ഞാൻ ഇതിന് സുപ്രിയ എന്തോ പറഞ്ഞിരുന്നല്ല, എന്തിനാണ് എന്നിട്ട് ഇതാ കട്ട് ചെയ്തിരുന്നു. അത്
അത് പിന്നെ പുള്ളിക്കാരിക്കും ഭയങ്കര ഇതേപോലെ ഭയങ്കര ഹേറ്റ് ക്യാമ്പയിൻ ഒക്കെ ഭയങ്കരമായിട്ട് നടക്കും. ഈ സംഭവം നമ്മള് ഈ ഇത്രയും പേര് വിമർശിച്ചു, പള്ളു വിളിച്ചു, അതിനെ പറ്റിയെല്ലാം നമ്മൾ സത്യം പറഞ്ഞ് സംസാരിക്കണം. നമ്മൾ ഈ സിനിമ ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞ എന്തിന്? അതിന്റെ ആവശ്യം എന്താണ്? എന്തിനങ്ങനെ ചെയ്തു അല്ലേ? അല്ലെങ്കിൽ ആദ്യമേ കട്ട് ചെയ്തിട്ട് ഇറക്കണം. അതാ, അതും ഇല്ല. ഇതിപ്പോ ആരും പറഞ്ഞോ ഇല്ല, എന്തൊക്കെ ചെയ്തു വെച്ച് ഇനി പിന്നെയും പോയി കാണണ്ടേ? അത് ശരിയാണ്. കട്ട് ചെയ്ത വെർഷൻ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു വർക്ക് അല്ലാത്ത ഒരു പോർഷൻ കട്ട് ചെയ്ത് കളയാൻ കുഴപ്പമില്ല. ആ സ്കാർപ്പിന്റെ ആണ് കട്ട് ചെയ്യാൻ. മറ്റേ മാർക്കോയിൽ അങ്ങനെ കട്ട് ചെയ്ത കണക്ക്. അയ്യോ, കട്ടിങ് പറയുമ്പോ അതാണ് ഏറ്റവും നല്ല കട്ടിങ്, ജീവിതത്തിലെ കണ്ട ഏറ്റവും നല്ല കട്ടിങ്. ഞാൻ ഇങ്ങനെ അവിടെ ഇങ്ങനെ പറയുകയും ചെയ്തു. അപ്പൊ ആ റിയാസ് ഖാന് ഭയങ്കര വിഷമായിരിക്കും ആ കട്ട് ചെയ്ത സീൻ കണ്ടപ്പോഴാണ് നല്ല കാര്യം. അപ്പൊ അത് കണക്ക് പിന്നെ ഇപ്പൊ ചിലപ്പോ എഴുത്തിരി ഇറങ്ങുമ്പോ ഇവര് എഴുത്തിരി ഇറക്കുമായിരിക്കും അല്ലേ? ഇറക്കും. ഇത് ഹിറ്റായല്ലോ. എടാ ഇതെന്തൊരു ഇവർക്ക് നമ്മൾ അകത്തിരിക്കണവര് ശരിയാ, നമ്മളെ പറ്റിക്കണേ. നമ്മളിപ്പം ഇങ്ങനെ വെളിയിൽ നിന്ന് ചിന്തിക്കണല്ലേ, അവർക്ക് അകത്തിരുന്നിട്ട് ഒരു പ്രശ്നവും കാണൂല. ഇത് കളസ് എത്ര ഒന്നും അതെ, അവർക്കൊരു പ്രശ്നം. അവര് അല്ലേട്ടാ കൊള്ളായിരുന്നു, പോട്ടെ, അങ്ങനെ കാണുള്ളൂ. നമ്മളിങ്ങനെ പറഞ്ഞ L3 ഇറങ്ങൂ, ഇവര് തമ്മിലുള്ള പ്രശ്നം ഒഴിക്കൂ അങ്ങനെ വിചാരിക്കും. അങ്ങനെ ഒരു പ്രശ്നവും കാണൂല. ആൾക്കാർ ചുമ്മാ തമ്മിൽ ലാലേട്ടൻ കാണിച്ചത് തെറ്റായി പോയി, ലാലേട്ടന് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ 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 തിരിച്ച് നമ്മൾ തമ്മിൽ ഇങ്ങനെ സംസാരിച്ച് തീർക്കും എന്നല്ലാണ്ട് ഒരു ഡിസ്കഷൻ ആക്കി നിർത്തണം അവർക്ക്. പരിപാടി ആയിരിക്കും അതെ. എമ്പുരാന്റെ നെയിം എപ്പോഴും ഒരു കുറച്ചു കാലത്തേക്കെങ്കിലും അവർക്ക് ഇങ്ങനെ പ്രൈം ടൈമിൽ എല്ലാത്തിലും കിട്ടിയില്ല അവർക്ക് പ്രൊമോഷൻ. ഫ്രീ പ്രൊമോഷൻ അല്ലേ ഇതൊക്കെ? ഇപ്പൊ നമ്മൾ സംസാരിക്കണ തന്നെ നല്ലൊരു ഇത് എന്ന് വെച്ചാൽ കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഇത് സിനിമ എന്തായാലും നമുക്കൊന്ന് എന്താണെന്ന് സാധനം കാണാനുള്ളൊരു ഇത് വരൂലേ. സംഭവം ഇത്രയും ബഡ്ജറ്റിലും കൂടെ ഇറക്കിയോണ്ട് അങ്ങനെ ഒരു സാധനം ഉണ്ട്. ഒരു ആവറേജ് എക്സ്പീരിയൻസ് സംഭവം എന്ന് പറഞ്ഞാൽ ആദ്യം വന്നപ്പോഴേ ഇവർക്ക് അങ്ങനെ ഒരു കിടിലോ എന്നുള്ള ഒരു ഇത് കിട്ടിയില്ല അല്ലേ സിനിമയ്ക്ക്. അങ്ങനെ ഒരു ഭയങ്കര ഒരു സൂപ്പർ ഒരു വോവായിട്ട് ആരും ഒന്നും അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ലാലേട്ടൻ ഫാൻസിന് പൊതുവേ ഒരു നിരാശ ഉണ്ടായിരുന്നു അല്ലേ? നമ്മൾ നേരിട്ട് കണ്ടതും മോഹൻലാലിനെ ഉപയോഗിച്ച രീതിക്കൊക്കെ ആൾക്കാർക്ക് കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ഇതിലോട്ട് വന്നപ്പോ ഫാമിലി ഓഡിയൻസും എല്ലാരും കാണണമെന്നുള്ള ഒരു ഇത് വന്നപ്പോഴേ എമ്പുരാൻ യൂട്യൂബ് തുറന്നു നോക്കിയാൽ ഫുൾ എമ്പുരാൻ. അപ്പോഴേ ഒരു പ്രഷർ വന്നു, കണ്ടില്ലെങ്കിൽ അയ്യോ ഇത് കണ്ടില്ലെന്നാവുമല്ലോ. പിന്നീട് ഈ കട്ട് ചെയ്യണമോ 30 തിങ്കളാഴ്ചക്ക് മുന്നേ പോയി കാണണമെന്ന് പറഞ്ഞ അങ്ങനെ ഒരു ബഹളം. ഇപ്പൊ മിക്കവരും സിനിമ കണ്ടു കാണും, ഒരുപാട് പേര് സിനിമ കണ്ടു കാണും. എല്ലാവർക്കും കുറച്ചൊരു ഇപ്പൊ എല്ലാരും നല്ല ഇതിനെയാണോ നെഗറ്റീവ് പറഞ്ഞത് എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അല്ല എനിക്ക് ഇപ്പൊ ആൾക്കാർ മറ്റേ ഈ മൈക്കും കൊണ്ട് മറ്റേ ചോദിക്കുമല്ലോ, അതില് ഞാൻ കുറച്ച് കണ്ട്. അപ്പൊ എല്ലാരും പറയണ ഈ കട്ട് ചെയ്യാനുണ്ടോന്ന് ചോദിച്ചാൽ പറയും കട്ട് ചെയ്യാനൊന്നുമില്ല. ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കുമ്പോ അത്ര ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പറയണം. പക്ഷെ ഞാൻ കമന്റ്സിൽ കുറച്ച് കണ്ടായിരുന്നു, ഇതിനെയാണോ നിങ്ങൾ ഇത്ര മോശം പറഞ്ഞെന്നുള്ള രീതിയിൽ. ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടാണ്. പക്ഷെ നമുക്ക് പേഴ്സണലി നമ്മള് എബ്രഹാം ഖുറൈഷിയുടെ ക്യാരക്ടർ ആർക്കിൽ നിരാശരാണ്. പിന്നെ എന്താ ഒരു പുള്ളി സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്പോയിലർ കാണുമായിരിക്കും, എന്നാലും എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ഈ എബ്രഹാം ഖുറൈഷി ഇൻട്രൊഡക്ഷൻ സീനുണ്ട്, ഹെലികോപ്റ്ററൊക്കെ എല്ലാം ഇറങ്ങി, അത് എന്തൊരു ഒരു തണുപ്പനായിട്ടാണ് എനിക്ക് തോന്നിയത് അല്ലേ. ഒന്നും ഒരു ഡയലോഗ് ഒന്നുമില്ല, പുള്ളി വന്നിട്ട് മക്കാർത്തിയൊക്കെ വന്നിട്ട് അങ്ങ് പോയി, അത്രേ ഉള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വോ ഫാക്ടർ ഇല്ലായിരുന്നു. ഒരു തണുപ്പൻ ഇൻട്രോ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. മറ്റേ ഭയങ്കര ഹെലികോപ്റ്ററും സെറ്റപ്പ് ഒക്കെ അങ്ങനെ വോ ഫാക്ടർ ഉണ്ടായിരുന്നു എന്നുള്ള ഒരു സീൻ മറ്റേ കാട്ടിലെ ആ ഫൈറ്റ് ആണ് ഭയങ്കര രീതിയിൽ ഒരു തിയേറ്ററിൽ ഒരു ഭയങ്കര ഒരു റെസ്പോൺസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതായിരുന്നു തോന്നുന്നു അല്ലേ? അത് സത്യം ഒരു ഇമ്പാക്ട് ഉള്ള സാധനം. മുണ്ട് മടക്കി ഈ ലൂസിഫറിലാണെങ്കിൽ ആ ഫസ്റ്റ് സിനിമയില് പ്രോപ്പർ ഇൻട്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു മറ്റേ ഇറങ്ങി നടക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ മരണത്തിന് കയറി പോകുന്ന സീൻ, അതൊക്കെ ഒരു മാസ് ക്രിയേറ്റ് ചെയ്യണതാ. ഇതിപ്പോ കുറെ ഹെലികോപ്റ്ററും കൊണ്ടുവച്ച് ഈ ഒരാളെ കൊണ്ട് ഇറക്കിയിട്ട് എന്ത് ചെയ്യാനാ? എനിക്കൊന്നും തോന്നിയില്ല, ആ ഒരു ഫീലൊന്നും എനിക്ക് കിട്ടിയില്ല.
പിന്നീട് ഈ ലാലേട്ടൻ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം സ്ലോ മോഷൻ. ഇല്ലേ, എല്ലാത്തിനും സ്ലോ മോഷൻ. നിങ്ങൾ എണ്ണി നോക്കിയാൽ മതി, അതിൽ ഫുള്ള് ലാലേട്ടൻ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ സ്ലോ മോഷൻ. പിന്നെ ലാലേട്ടൻ ഈ ഡ്രസ് ശോക സാധനമായി പോയി. ആ ഒരു കോട്ട് എബ്രഹാം ഖുറേഷിയുടെ കാര്യമാണ്. മറ്റേത് പണ്ടത്തെ സെയിം സാധനം തന്നെ. പക്ഷെ ആ ഒരു ഖുറേഷിയുടെ കോസ്റ്റ്യൂം കുറച്ച് ശോകം. ലാസ്റ്റ് ലൂസിഫറിൽ ലാസ്റ്റ് കാണിക്കണ കൊള്ളായിരുന്നല്ലോ, അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്താൽ മതിയായിരുന്നു. ഇത് മാറ്റിയല്ലേ അവര്, മറ്റേ റോക്ക് സ്റ്റാർ മോഡൽ സെറ്റപ്പ് ഒക്കെ. പിന്നെ ഒരുപാട് തള്ളിക്കയറ്റല്, ഇത്രയും വലിയ സിനിമയില് തള്ളിക്കയറ്റി കുത്തിക്കയറ്റേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. ആന്റണി പെരുമ്പാവൂരിനെ കയറ്റി, മോനെ കയറ്റി. അത് അപ്പോഴ ആ ടൈമില് ബോനായിരിക്കുമെന്ന് തന്നെ വിചാരിച്ചത്. കറക്റ്റ് നമുക്ക് കൺഫേം ആയിട്ട് അറിഞ്ഞൂടാ. അപ്പോഴും മോൻ തന്നെ. ഒരു ചെറിയൊരു ഫേസ് കട്ട് ഉണ്ടായിരുന്നു, അപ്പൊ തോന്നി അങ്ങനെ മോൻ തന്നെ. ഇപ്പം നെപ്പോട്ടി അവരെ സിനിമ തന്നെ, അവർക്ക് ആരെ വേണോ കേട്ടോ, നമ്മള് കാണണമെന്നേ ഉള്ളൂ. ഇപ്പൊ നെപ്പോട്ടിസം എന്ന് പറഞ്ഞ് അങ്ങനെ പറയൂലേ, ഇതാണ് കറക്റ്റ് നെപ്പോട്ടിസത്തിന്റെ ഒരു ഇത് എന്ന് വെച്ചാൽ, ഈ സംഭവം വെടിവെച്ചിട്ട് അങ്ങ് പോണെങ്കിൽ കുഴപ്പമില്ല, അവരെ സ്ലോ മോഷനിൽ സ്കാർഫ് എടുക്കണ ഒരു സീന് കാണിക്കാൻ വെക്കണം. അത് ഇറ്റ് ഈസ് നെപ്പോട്ടിസം. ഡിഫൈൻ നെപ്പോട്ടിസം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈ സീന് കാണിച്ചാൽ ഇതാണ് നെപ്പോട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഇമ്പാക്റ്റിൽ ഒരു വെടിവെച്ചിട്ട് പോണേല് സ്ലോ മോഷൻ ഇട്ട് സ്കാർഫ് എടുക്കേണ്ട ആവശ്യമില്ല. അതിന് കാണിക്കുമ്പോ ഇതാണ് നെപ്പോട്ടിസം നമുക്ക് ആരെങ്കിലും ചോദിച്ചാൽ ഒരു അല്ലേ നല്ല പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ഈ സയ്യിദ് മസൂദിന്റെ ക്യാരക്ടർ ആണെങ്കിലും തുടക്കം അടിപൊളിയായിരുന്നു. നമ്മൾ ആ തുടക്കം ആ ഒരു 20 മിനിറ്റ് സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിച്ച് ഇത് വേറെ ലെവൽ എത്തും എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രതീക്ഷിച്ച് പോയത്. അതിനുശേഷം ലാസ്റ്റ് സയ്യിദ് മസൂദിന്റെ ഈ വളർന്നു വരുന്ന അതിനുശേഷമുള്ള ഒരു ഫൈറ്റ് ഉണ്ട്, അത് ക്ലൈമാക്സ് ഫൈറ്റില് ഈ പാസിംഗ് ഗെയിം ഉണ്ടല്ലോ, കത്തി പാസ് ചെയ്ത് കളിക്കുക, അതായിരുന്നു മോനെ. ഇത്രയും തോക്കും കോടാലിയൊക്കെ ഉണ്ടായിട്ട് ഒരു കത്തിയും കൂടെ വാങ്ങിച്ചു വെച്ചൂടെ? നമുക്ക് തന്നെ 2 ഗ്യാസ് ഉണ്ട് ഇവിടെ നമ്മള് ഓൾഡ് സ്കൂളില്. അതല്ല ഇത്രയും വലിയ സിനിമയിൽ ഇത്രയും വലിയ ഒരു ഡോട്ട്, മറ്റേ എന്തിനാണ് ഇലുമിനാറ്റി എന്നൊക്കെ പറഞ്ഞ് ലോകത്തിനെ കൺട്രോൾ ചെയ്യണ തേങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് വന്നിരുന്ന് അടിപൊളിയാണ് മറ്റേ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ കൂടെ. എടാ പൃഥ്വിരാജ് മെയിൻ വില്ലന്റെ അടുത്ത് അടി കൂടുമ്പോഴ് ഇങ്ങേര് പോയി പാവം ജൂനിയർ ആർട്ടിസ്റ്റുകളെ കൊന്നു കളിക്കണം. പുള്ളി ആദ്യം പറയുമല്ലോ മറ്റേ അതല്ല, ഇതിപ്പം മറ്റേ പൃഥ്വിരാജിന്റെ റിവെഞ്ച് സ്റ്റോറിയാണ് ആക്ച്വലി. ഇത് പിന്നെ എന്തിനാണ് ഈ ഖുറേഷിയൊക്കെ കൊണ്ടുവന്നിട്ടേ? അത്രേ ഉള്ളൂ. ഒരു സൈഡ് ഇതിലെന്താണ് ഇരിക്കുന്നത്, ഇതിലൊന്നുമില്ല. പൃഥ്വിരാജിന്റെ ആദ്യത്തെ ഒരു കാണിച്ചിട്ട് അവരെ ഒരു റിവെഞ്ച് കാണിക്കാൻ വേണ്ടി ഒരു സാധനം, അത്രേ ഉള്ളൂ. പൃഥ്വിരാജിന്റെ റിവെഞ്ച് കഴിഞ്ഞപ്പോ പടവും കഴിഞ്ഞു. ഖുറേഷി എന്തിനിവിടെ കൊണ്ടുവന്നു? പൃഥ്വിരാജിനെ വന്ന് കൊന്നാ പോരേക്ക്. അല്ല, ഇത് ഖുറേഷി ഫോർ ദ ഹൈപ്പ്, ആൾക്കാരെ പറ്റിക്കാനുള്ള ഹൈപ്പ്, അതാണ്. പിന്നീട് ഒരു ലാലേട്ടന്റെ ഇവരുടെ ഒരു സ്ക്രീൻ സ്പേസ് ചെയ്തിട്ട് ഒരു ചവിട്ടുണ്ട്, അത് കണ്ടപ്പോഴാണ് സത്യം പൃഥ്വിരാജിനോട്. അല്ല, ലൂസിഫർ ഇറങ്ങിയ സമയത്ത് ഇങ്ങനെ ഭയങ്കര ഹൈപ്പ് ചെയ്ത സാധനമാണ് ഈ ചവിട്ട്. പഴയ സിനിമ കണ്ട് എനിക്ക് അത് റീക്രിയേറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇത് അത് നല്ല ഇമ്പാക്ട് ഉണ്ട്. അത് ലൂസിഫറിൽ ഇമ്പാക്ട് ഉള്ള ഒരു സീനായിരുന്നു. അത് ഇതിൽ ഒളിമ്പ്യൻ അന്തോണി ആദത്തിലാണ് ആ സാധനം ചെയ്യണത്, ഒരു പോലീസുകാരനെ. അത് സൂപ്പർ സാധനം വരും. അതേപോലെ സാധനം ഇതിലുണ്ടായിരുന്നു, അത് ഇമ്പാക്ട് ഉണ്ടായിരുന്നു. ആ ഒരു സാധനം ഷെയർ ചെയ്ത് അത് നമ്മൾ ഭയങ്കര ആസ് എ ഫാൻ നമ്മൾ ഭയങ്കര ഡിസപ്പോയിന്റഡ് ആയിപ്പോയി. കാര്യം അത് നമ്മളെ റിവ്യൂവിലും ഉണ്ട്. റിവ്യൂവില് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ, റിവ്യൂവില് നമ്മൾ കണ്ട എക്സ്പെക്ടേഷൻ വെച്ചിട്ട് നമ്മൾ എന്തോന്നാണ് നമ്മളെ ഉള്ളിലെ മോഹൻലാൽ ഫാൻ. ഇപ്പൊ ഞാൻ ഒരു മമ്മൂട്ടി ഫാൻ ആണെങ്കിൽ ഉള്ളിലൊരു മോഹൻലാൽ ഫാൻ ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോഴ അവരെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യണ്ടേ? അപ്പോഴങ്ങനെ ചെയ്യുമ്പോഴും രണ്ടുപേരും ഷെയർ ചെയ്യുന്നു. ഇത് സയ്യിദ് മസ്തൂദ് എന്നും പറഞ്ഞ സിനിമ ഇറക്കിയാ പോരെ? അപ്പോഴങ്ങനത്തെ രീതിയിൽ ഷെയർ ചെയ്യാണ്. അപ്പൊ പൃഥ്വിരാജ് എന്ന് പറയുന്ന ആള് അങ്ങനെ ചെയ്യാൻ അത്ഭുതമാണ്. കാരണം ഡ്രൈവിംഗ് ലൈസൻസ് നമ്മുടെ അയ്യപ്പനും കോശിയൊക്കെ ചെയ്ത ആളാണ്. അപ്പോഴങ്ങനെ ഒരാള് അത് ആ ഐക്കോണിക് സാധനം തന്നെ ഷെയർ ചെയ്തത് ഭയങ്കരമായിട്ട് ഒരു ആസ് എ ഫാൻ അല്ലെങ്കിൽ നമ്മളൊരു മോശം, നമുക്കൊരു നെഗറ്റീവ് തോന്നും.
ഇതിന് എതിരഭിപ്രായമുള്ളവർ കാണും ഇവിടെ. ഇപ്പൊ നമ്മള് പറയുന്നത് എടാ നമ്മൾ ആസ് എ ഫാനാണ് പറഞ്ഞത്. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ ഇവര് മാർക്കറ്റ് ചെയ്തത്, അതുകൊണ്ടുള്ള പ്രശ്നമാണ്. അല്ലാതെ ഈ സിനിമയെ പറ്റി അങ്ങനെ ഇവര് ഷെയർ ചെയ്യുമെന്നും പറഞ്ഞ ഒരു പ്രശ്നമില്ല. അവർ ഷെയർ ചെയ്യട്ടെ, അവരെ സിനിമ അവർ ഷെയർ ചെയ്ത്. പക്ഷെ നമ്മളെ കൊണ്ട് നമ്മൾ പിന്നെ ഈ ഒരാള് മറ്റേ ഇൻസ്റ്റാഗ്രാമില് റീലാണ് കണ്ടായിരുന്നു. മറ്റേ ഒരാള് മറ്റേ ഒരു ഭയങ്കര ദേഷ്യപ്പെട്ടിട്ട് സംസാരിക്കും, ആകെ 5 ഡയലോഗാണ് ഇങ്ങനെ കൊടുത്തത്, അങ്ങനെയൊക്കെ പറയണം. അത് അങ്ങനെ തോന്നും, ഒരു നല്ലൊരു ഫാനിന് അങ്ങനെ തോന്നും. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഇത് പുള്ളിയുടെ സാധനം എന്നും പറഞ്ഞിട്ട് ഓട്ടിച്ച സാധനം ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് ആകെ വരുന്നത് ഈ സ്ലോ മോഷനും ഇങ്ങനെയുള്ള കുറച്ച് സാധനം, പിന്നെ കുറച്ച് ഒരു ക്ലീശ ഡയലോഗുകളാണ്. ഈ ചില ഡയലോഗുകൾ മറ്റേ ഗോവർദ്ധൻ നിങ്ങളെ ഞാൻ ഒന്നുകൂടെ ഉപയോഗിക്കും ഒരു പറ്റില്ല. പിന്നെ ക്ലൈമാക്സിൽ ഈ അടി ഇങ്ങനെ ആൾക്കാർ ഇപ്പൊ അടികൾ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കുഴപ്പമില്ല, ഇപ്പൊ ഫൈറ്റ് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ വേണമെങ്കിൽ എബ്രാഹിം ഖുറേഷി ചുമ്മാ കണ്ടോണ്ടിരുന്ന മതിയായിരുന്നു ഇല്ലേ, പുള്ളി ഫൈറ്റ് ചെയ്യട്ടെ പറഞ്ഞ് കണ്ടോണ്ടിരിക്കുക. പക്ഷെ ഇത് പാവത്തിനെ കൊണ്ട് ജൂനിയർ സംഭവം ലൂസിഫറിൽ അങ്ങനെയാണെങ്കിൽ ലൂസിഫറിൽ ഈ ഒരു മോഡലിലാണെങ്കിൽ ലൂസിഫറിൽ വിവേക് ഒബ്രോയും മോഹൻലാലും തമ്മിൽ മറ്റേ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട് ചെയ്യണ്ടേ, ചെയ്യണ്ടേ, ഒരു വെടിയിൽ തീർന്നില്ലേ. അതാണ് അതിന്റെ ഒരു പവർ. ഇത് സാധാരണ ഒരു തെലുങ്ക് പടത്തിന്റെ ഒരു കൊമേഴ്ഷ്യൽ പടത്തിന്റെ ക്ലീഷേ ക്ലൈമാക്സ് ആയിപ്പോയി. എനിക്കൊന്ന് ചിലപ്പോ ഈ പാൻ ഇന്ത്യ എന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്തായിരിക്കും. ചിലപ്പം കൊമേഴ്ഷ്യൽ പടം വിജയിക്കാൻ വേണ്ടി ചിലപ്പോ ഫാൻസിനെ ആക്കി ആയിരിക്കും. പിന്നീട് ഈ ഒരു ബോംബ് ബ്ലാസ്റ്റ് സീനുണ്ട് ഈ ഇറാഖില്, അത് 3 പ്രാവശ്യം കാണും. സെയിം സീന് 3 തവണ. പിന്നെ ഒരു എല്ലിന്റെ കാര്യം പറയണം, അത് പറയാതെ പോലെ ഇവരെന്തിനാണ് ഈ എല്ലിങ്ങനെ കാണിക്കാൻ കഷ്ടപ്പെടണെന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോ മറ്റേ ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടി പോകുമ്പോഴാണ് എനിക്ക് അയ്യോ എല്ലെന്ന് പറയുന്ന ഒരു ലെറ്റർ കാണിക്കാൻ വേണ്ടിട്ട് ഇവര് ഒരു ബ്ലാസ്റ്റ് നടത്തുന്നത്, കാട്ടില് മറ്റേ മരത്തിന് തീ അത് ഭയങ്കര അത് ഒരു നാച്ചുറലി അത് അത്രയും ബ്രില്യന്റ് ആയിട്ട് കാണിക്കണം. അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ തോന്നാൻ പാടില്ല. അതില് സത്യം പറഞ്ഞാൽ പൃഥ്വിരാജ് പരാജയപ്പെട്ടു. ഇത് ചുമ്മാ ഈ ഫുള്ള് എല്ല് കഴിഞ്ഞിട്ട് പിന്നെ മോഹൻലാലിന്റെ എല്ല്, അത് കഴിഞ്ഞിട്ട് ലൂസിഫറിന്റെ എല്ലും കൂടെ എല്ലാം കൂടെ L2 പിന്നെ ലാസ്റ്റ് L3 അതില് ഒരു എല്ലുണ്ട് മറ്റേ ഈ തീ കത്തിയിട്ട് ഒരു എന്ത് പറ്റി മാഡം, ഒരു കൊണ്ട ഒടിഞ്ഞു വീഴും. അപ്പൊ പോലീസുകാരെ പറയും ഇവളത് എന്ത് നോക്കിക്കൊണ്ട് നിക്കണത്, എല്ലിങ്ങനെ നോക്കി മഞ്ജു വാര്യർ നമ്മൾ ഇതിപ്പോ ട്രോളിൽ നിന്നാണ് കായല്ലേ, റോസ്റ്റ് ചെയ്യുന്ന പോലെ ആയെന്ന് തോന്നുന്നു. റോസ്റ്റ് ചെയ്യുന്ന ആണ്, പക്ഷെ നമുക്ക് റിവ്യൂല് പറയാൻ പറ്റാത്ത കുറച്ച് സാധനങ്ങൾ സ്പോയിലർ ആവുന്ന പറഞ്ഞ് പറയാതെ വെച്ചിരുന്നത് ഇപ്പൊ പറഞ്ഞത്. പിന്നെ മഞ്ജു വാര്യറിനാണ് ഏറ്റവും നല്ല റോളും നല്ല രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡും ഒരു ഓറ ഉണ്ടായിരുന്നു മഞ്ജു വാര്യർ ഇറങ്ങിയപ്പോ. നല്ല രീതിയിൽ ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഒരു ലേഡി സൂപ്പർ സ്റ്റാറിനെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡ്രസ്സും കൂടെ വന്നപ്പോഴും ആ ഒരു പ്രസന്റേഷൻ ഡൗൺ ആക്കി കളഞ്ഞു അല്ലേ മൊത്തത്തിൽ. ആ ഡ്രസ്സിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്. കാര്യം അതില് ബൈജു പറയുന്നുണ്ട് ഇങ്ങനെ ആദ്യത്തെ സാധനം ഈ സ്ഥിരം വരുന്ന ഡ്രസ്സിലായിരിക്കില്ല വരണേന്ന് പറഞ്ഞപ്പോ നമ്മളും അതിനെ കൗതുകത്തോടെ സത്യമായിട്ട് അശ്വന്ത് തോക്ക് പറഞ്ഞ ഭാരതാംബയുടെ ഡ്രസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് അതേപോലെ തന്നെ അവരതാണ് ഉദ്ദേശിച്ചത്. അതെ, അതൊരു ഭയങ്കര ഒരു കോമിക്കലായി പോയി. അത് പാട്രിയോട്ടിസം കൊണ്ടുവരാനാണ് ശ്രമിച്ചതെങ്കിൽ പക്ഷെ അത് കോമിക്കലായിട്ടാണ് നമുക്ക് തോന്നിയത്. കോമിക്കലായിട്ടാണ് തോന്നിയത്. അത് എന്തിനാ ഡ്രസ് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ. പക്ഷെ ആ ഒരു മഞ്ജു വാര്യറിന്റെ ആ സീന് സൂപ്പർ. പക്ഷെ ഇങ്ങനെയുള്ള കുറെ പോരായ്മകൾ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഈ സിനിമ ഈ ഒരു കോൺട്രവേഴ്സി കാരണം ഇത്രയും ഓടുന്നു. ഈ സിനിമ ഇങ്ങനത്തെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നിയ കാര്യമാണ്. ഈ കോൺട്രവേഴ്സി ഇല്ലായിരുന്നെങ്കിൽ ഇതെല്ലാം കുറച്ചുകൂടെ എവിഡന്റ് ആയിട്ട് ആൾക്കാർ പറയില്ല ഈ പ്രശ്നങ്ങളെല്ലാം. ഇതിപ്പോ ആ കോൺട്രവേഴ്സിയുടെ ഈ ഇങ്ങനത്തെ കുറെ ഫ്ലോസ്
ഇപ്പം നമ്മൾ ഈ ഇത് പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ലൂസിഫർ 2 അവരങ്ങനെയാണ് തള്ളി വിട്ടത്. എന്ന് വെച്ചാൽ അങ്ങനെ ഇത്രയും കിടലോണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എബ്രഹാം ഖുറേഷി എങ്ങനെ ആവണമെന്ന് ഷൂട്ട് ചെയ്യണമെന്ന് കണ്ടിട്ട് എനിക്ക് തല ഇറങ്ങി വീണു. എങ്ങനെ വരുമെന്ന് തോന്നുന്നു പറഞ്ഞ് അങ്ങനെയാണ് ഇവർ മാർക്കറ്റ് ചെയ്തത്. അത് നമ്മൾ അത്രയും ഇപ്പൊ കങ്കുവ കണ്ടിട്ടേ, ഇപ്പൊ കങ്കുവ എന്തിനാണ് ജ്യോതിക എന്തോ പറഞ്ഞു, ഈ സിനിമയ്ക്ക് മാത്രം എത്രയേ കൂതറ സിനിമകൾ ഇറങ്ങുന്നു, ഈ സിനിമയ്ക്ക് മാത്രം എന്താ ഇത്ര വിമർശനം, എന്താ ഇങ്ങനെ ആൾക്കാരെ ആക്രമിക്കണമെന്നാണ് ഇത്രയും അവര് സൂര്യ വരെ പറഞ്ഞ് ഇത് ഇന്ത്യയിലെ എല്ലാ സംവിധായകരും വാ തുറന്നിരിക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ എന്താണ് ഇയാൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ വാ തുറന്നിരിക്കും. എന്നിട്ട് അതിന്റെ പ്രൊഡ്യൂസർ പറഞ്ഞ് ഈ മറ്റേ ഓഡിയോ പാസ് കഴിഞ്ഞിട്ട് ഈ പാസ് നിങ്ങൾ സൂക്ഷിച്ചു വെച്ചോ, ഇതിന്റെ പാസ് എന്തോ 1000 കോടിയോ 1000 കോടിയുടെ സക്സസ് പാർട്ടി കാണും, നിങ്ങൾ ഈ പാസ്സോടുകൂടി വന്നാൽ മതി എന്ന രീതിയിൽ എല്ലാവരും വാ തുറന്നിരിക്കും ഈ കങ്കുവ കണ്ടു കഴിഞ്ഞാൽ ഇതെന്തോ സംഭവമാണെന്ന് അങ്ങനെ പറഞ്ഞ. അപ്പോഴേ അതിനും ആൾക്കാർ പ്രതീക്ഷിച്ചിരുന്നിട്ട് കാണുമ്പോൾ ഈ ലൂസിഫർ എമ്പുരാൻ സൂപ്പർ കിടിലമാണ്. ഇത് കങ്കുവയെന്ന് കണ്ടിരിക്കാൻ പറ്റാത്ത രീതിയിലാണ്. എന്നിട്ടാണ് അവർ പറഞ്ഞത് വാ തുറന്നിരിക്കുമെന്ന്. അത് സൂര്യക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ് സൂര്യ പറഞ്ഞത്. അല്ല, ഇതിപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഈ മാർക്കറ്റിംഗ്. ഇങ്ങനെ ചെയ്യുമ്പോഴ് ആദ്യത്തെ ഒരു ചെലവാക്കിയ ഒരു പൈസ ഉണ്ടല്ലോ തിരിച്ചു വരും. അതൊരു ട്രെൻഡാണ് ഈ ഫാൾസ് പ്രോമിസസ് കൊടുത്തിട്ട് പൈസ എങ്ങനെയാണ് തിരിച്ചെടുക്കുക. അത് ഇവർക്ക് ഭയങ്കര എത്തിക്സ് ഇതൊക്കെ ഉണ്ടോ എനിക്കറിയൂടെ, എന്നാലും ഭയങ്കര മോശമാണ്. ആസ് എ ഫിലിം വ്യൂവർ നമുക്കത് ഭയങ്കര നമ്മുടെ ഓഡിയൻസിനെ ഇങ്ങനെ പറ്റിക്കരുത്. അവരെ സംബന്ധിച്ചോട് മാർക്കറ്റിംഗ് പറ്റിക്കുന്നത് മാർക്കറ്റിംഗ് ഒരു ബിസിനസ് അല്ലേ, അപ്പൊ സക്സസ് ആവണം, അതില് അവർക്ക് റിട്ടേൺ കിട്ടണം എന്നുള്ള ഒരു ചിന്തയൊക്കെയാണല്ലോ അവർക്ക്. ഈ പറ്റിക്കുന്നത് ബിസിനസ് എന്നുള്ള രീതിയിൽ പോണതിനോട് എനിക്ക് താല്പര്യം. അത് ഭയങ്കര വിഷമാണ്. ഇവരെങ്ങനെ പിന്നെ ട്രസ്റ്റ് ചെയ്യും? നമ്മളിപ്പോ എന്ത് കാര്യം ഇത് PR ആയിരിക്കോ അങ്ങനെ ചിന്തിക്കുള്ളൂ. ഇത് PR ആയിരിക്കോ, ഇത് PR സ്റ്റണ്ട് ആയിരിക്കോ, അങ്ങനെ ചിന്തിക്കുള്ളൂ. ഇനിയിപ്പം അടുത്ത L3 ഇറങ്ങും അറിഞ്ഞൂടാ. എന്തായാലും അത് ഇറങ്ങുമ്പോഴും ഇതിന്റെ കാട്ടിയും കുറച്ചുകൂടെ നല്ല പ്രൊമോഷനും വേറൊരു രീതിയിലൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അപ്പോഴും നമ്മള് വീഴും. അറിഞ്ഞൂടാ, നല്ല സിനിമ ആയിരിക്കാൻ പ്രാർത്ഥിക്കുന്നു, പക്ഷെ പറ്റിക്കരുത്, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ് നമുക്ക് സിനിമയില് നമുക്ക് ഇപ്പോഴത്തെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രശ്നങ്ങളുമായി സിനിമയെ പറ്റിയിട്ടുള്ളത് നമുക്ക് തോന്നിയത്. നമുക്ക് ആ സിനിമ കട്ട് ചെയ്തതും അവര് മാപ്പ് പറഞ്ഞതൊക്കെ അത് നമ്മളൊരു ഓഡിയൻസ് മൂവി ബഫ് എന്നുള്ള രീതിയിൽ നമുക്ക് ഭയങ്കര രീതിയിൽ ലെറ്റ് ഡൗൺ ആയിരുന്നു. നമ്മളിപ്പം ഇതിനെപ്പറ്റി പറയുമ്പോഴും ഈ സിനിമ നമുക്ക് ഒരു സിനിമയെ ദേഷ്യം കൊണ്ട് ഇങ്ങനെ പറയൂലേ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ആവും. അത് നമ്മുടെ ആ സിനിമയുടെ ഉള്ള ഒരു ഭയങ്കര ഒരു ഇഷ്ടവും എന്ന് വെച്ചാൽ ഇത്രയും നമ്മളൊരു കാര്യം ഭയങ്കര ഇഷ്ടവും പ്രതീക്ഷിക്കുമ്പോഴാണ് നമുക്ക് അവരുടെ അടുത്ത് ഒരു ദേഷ്യം വരുന്നത് അല്ലേ, ഇവരെന്തിങ്ങനെ കാണിച്ചെന്ന്. അപ്പോഴങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച ഒരു പടം വരുന്ന സാധനം അല്ല. ഈ സിനിമ പ്രൈസ് ആക്കപ്പെടുന്നത് റോങ് റീസൺസിനാണ്, അതേപോലെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് റോങ് റീസൺസിനാണ്. അതാണ് ഈ സിനിമയെ പറ്റി നമുക്ക് തോന്നിയത്. അപ്പൊ എന്തായാലും ഇപ്പോ നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ തന്നെ പറയുക, ഇതിപ്പോ ഇത്രത്തോളം കോൺട്രവേഴ്സി വരേണ്ട സാധനമാണോ, അല്ലെങ്കിൽ ഇവർ ഇത്ര മാർക്കൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ, കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ അറിയിക്കുക. റീഎഡിറ്റഡ് വെർഷൻ കാണൂ. റീഎഡിറ്റഡ് വെർഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കണ്ടവരുണ്ടെങ്കിൽ അതിനെ പറ്റി അറിയിക്കുക. അപ്പൊ നമുക്ക് അത് കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം പറയാം. നമ്മളെ ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിലെന്തൊക്കെയോ നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊരു ഫാൻ ബോയ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾ കാണുക. ഞങ്ങളുടെ ഞങ്ങളെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാതിരിക്കുക. ഒരു കുറച്ച് റോസ്റ്റ് ഒക്കെ ചെയ്ത് തോന്നുന്നു. അത് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ എടുക്കുക അല്ലേ, അങ്ങനെ എടുക്കുക. സിനിമയുടെ അണിയറ പ്രവർത്തകർ അങ്ങനെ എടുക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങള് ഇതിന്റെ അഭിപ്രായങ്ങള് കമന്റിൽ അറിയിക്കുക. അപ്പൊ ഇന്നത്തെ റോസ്റ്റിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.